നമുക്കറിയാം JLT യുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു അല്ലേ? ഓഗസ്റ്റ് മാസത്തിലാണ്. രസസൂത്ര കെ വ്യാഖ്യാത ശംഖു കെ സിദ്ധാന്ത का नाम. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നിമ്നലിഖിത് में से സമ്പത്തിലത, ശ്യാമലത, ശ്യാമ സരോജിനി, പ്രേം പ്രലാപ് ഇതെല്ലാം കവിതകളാണ് കേട്ടോ. ഹായ് എവ്രിവൺ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സുറുമി. നമുക്കറിയാം JLT യുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു അല്ലേ? ഓഗസ്റ്റ് മാസത്തിലാണ്. കോട്ടയം ജില്ലയിലെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ, ഓഗസ്റ്റ് മാസത്തിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഉടനെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ JLT ഹിന്ദിയുടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതും ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നടക്കുന്ന എക്സാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് JLT ഹിന്ദിയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസം, ഒരുപാട് വിധകളുണ്ട് നമുക്ക്. നാടക, ഉപന്യാസ, ആലോചന, നിബന്ധ, പിന്നെയും ഒരുപാട് സംസ്മരൺ, ജീവനി, ആത്മകഥ പോലുള്ള പിന്നെയും അന്യവിധകൾ കുറേ ഉണ്ടല്ലേ. ഇതൊന്നും അല്ലാണ്ട് കാവ്യശാസ്ത്രം പഠിക്കാനുണ്ട്. പിന്നെ പാശ്ചാത്യ കാവ്യശാസ്ത്ര, ഛന്ദ്, അലങ്കാര, ഇതൊക്കെ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കാണ് എല്ലാം. പിന്നെ ഏതാണ് ഗ്രാമർ പോർഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇനി എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കപ്പോൾ നോക്കിയാലോ? ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് में से പശ്ചിമി ഹിന്ദി की बोली नहीं है. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പശ്ചിമി ഹിന്ദിയിലെ ബോലി അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. മഗഹി, ബ്രജ് ഭാഷ, കനൗജി, ബുന്ദേലി. ഏതായിരിക്കും അല്ലാത്തത്? പശ്ചിമ ഹിന്ദിയുടെ ബോലികൾ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം അറിയണം അല്ലെ? ഏതൊക്കെയാണ് പശ്ചിമ ഹിന്ദിയുടെ ബോലികൾ വരുന്നത്? ഖടി ബോലി. ഖടി ബോലിനെ നമുക്ക് വേറൊരു പേരിൽ കൂടി വിളിക്കാം. കനൗജി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത് ഖടി ബോലി, കൗരവി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത് ഏത് ഭാഷയാണ്? ഖടി ബോലി ഭാഷയാണ് കൗരവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ബ്രജ് ഭാഷ, ബുന്ദേലി, കനൗജി എന്നീ ഭാഷകളൊക്കെ വരുന്നത് പശ്ചിമി ഉപഭാഷയിലാണ് വരുന്നത്. ദെൻ ഓപ്ഷൻ ഏതാണ് ഇല്ലാത്തത്? ഹരിയാണി. ഹരിയാണി എന്ന് പറയുന്ന ഭാഷയും പശ്ചിമി ഹിന്ദിയിൽ വരുന്നതാണ്. പിന്നെ ഈ ഓപ്ഷൻസിൽ ഏതാണ് ഇല്ലാത്തത്? മഗഹി. മഗഹി എന്ന ഭാഷയാണ് ഇല്ലാത്തത് അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ ഏതാന്ന് നോക്കാം. മഗഹിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഭോജ്പുരി, മഗഹി, മൈഥിലി എന്ന് പറയുന്നത് ബിഹാരി ഉപഭാഷയുടെ, ബിഹാരി ഭാഷയുടെ ബോലികളാണ്. ഭോജ്പുരി, മഗഹി, മൈഥിലി എന്നിവ. ഓക്കെ, രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. ബംവർ ഗീത കിസ്കി രചന ഹെ. ബംവർ ഗീത എന്ന് പറയുന്നത് ആരുടെ രചനയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സൂർദാസ്, നന്ദദാസ്, ചതുർഭുജ് ദാസ്, കൃഷ്ണദാസ്. ആരുടെ രചനയാണ്? ആൻസർ വരുന്നത് നന്ദദാസ്. നന്ദദാസിന്റെ രചനയാണ് ഭ്രമർ ഗീത എന്ന് പറയുന്നത്. ഭംവർ ഗീത എന്ന് പറയുന്നത് നന്ദദാസിന്റെ രചനയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. निम्नलिखित में से कौन सी रचना ठाकुर जगनमोहन सिंह की नहीं है? ठाकुर जगनमोहन സിൻഹിന്റെ രചന അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. പ്രേം സമ്പത്തിലത, ശ്യാമലത, ശ്യാമ സരോജിനി, പ്രേം പ്രലാപ്. ഇതെല്ലാം കവിതകളാണ് കേട്ടോ, കവിതകളാണ്. ഇതില് ഠാക്കുർ ജഗൻമോഹൻ സിൻഹിന്റെ കവിത അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. ആൻസർ ഏതായിരിക്കും വരുന്നത്? പ്രേം പ്രലാപ്. പ്രേം പ്രലാപ്, പ്രേമാശ്രുവർണ്ണൻ, പിന്നെ ഈ പ്രേം പച്ചാസ എന്നൊക്കെ പറയുന്നത് ആരുടെ രചനയാണ്? ഭാരതേന്ദുവിന്റെ കവിതകളാണ്. ഭാരതേന്ദുവിന്റെ കവിതകളാണ് അതെല്ലാം. അപ്പോ പ്രേം സമ്പത്തിലത, ശ്യാമലത, ശ്യാമ സരോജിനി എന്നിവ ഠാക്കുർ ജഗൻമോഹൻ സിൻഹിന്റെ കവിതകളാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ആവാര മസിഹ കിസ്കി ജീവൻ പർ ആധാരിത് ഹെ? ആവാര മസിഹ എന്ന് പറയുന്നത് ആരുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ശരത് ചന്ദ്ര, ബങ്കിം ചന്ദ്ര, രവീന്ദ്രനാഥ് ടാഗോർ, വിഭൂതി ഭൂഷൺ ഭട്ടോപാധ്യായ്. ഇതിൽ ആരുടെയാണ് ആവാര മസീഹ എന്ന് പറയുന്ന ജീവനി? ആരുടെയാണ്? ഏത് ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസറിലേക്ക് നമുക്ക് പോവാം. ശരത് ചന്ദ്ര. ശരത് ചന്ദ്രന്റെ ജീവനിയാണ് ആവാര മസീഹ. അത് എഴുതിയിരിക്കുന്ന ആരാണ്? വിഷ്ണു പ്രഭാകർ ആണ് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. പർണദത്ത് ജയശങ്കർ പ്രസാദ് കി കിസ് നാടക കാ പാത്ര ഹെ? പർണദത്ത് എന്ന് പറയുന്നത് ജയശങ്കർ പ്രസാദിന്റെ ഏത് നാടകത്തിലെ ക്യാരക്ടറാണ്? ഓപ്ഷൻസ് നോക്കുക. കല്യാണി പരിണയ്, രാജ്യശ്രീ, സ്കന്ദഗുപ്ത, അജാതശത്രു. ഏതിലായിരിക്കും?
ആൻസർ വരുന്നത് സ്കന്ദഗുപ്ത ആണ്. സ്കന്ദഗുപ്ത എന്ന് പറയുന്ന ജയശങ്കർ പ്രസാദിന്റെ നാടകത്തിലെ പാത്രാണ് പർണദത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹിന്ദി സാഹിത്യ 20वीं शताब्दी ആലോചന ഗ്രന്ഥ കെ ലേഖക് ഹെ. ഹിന്ദി സാഹിത്യ 20वीं शताब्दी എന്ന് പറയുന്ന ആലോചന ഗ്രന്ഥത്തിന്റെ ലേഖകൻ ആര്? ഓപ്ഷൻസ് നോക്കാം. ശാന്തപ്രിയ ദ്വിവേദി, നെമി ചന്ദ്ര ജെയിൻ, നന്ദദുലാറെ വാജ്പേയി, ശിവദാൻ സിൻഹ ചൗഹാൻ. ആരായിരിക്കും ആൻസർ വരുന്നത്? നന്ദദുലാറെ വാജ്പേയിയുടെ രചനയാണ്, ആലോചന ഗ്രന്ഥാണ് ഹിന്ദി സാഹിത്യ 20वीं शताब्दी എന്ന് പറയുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ഇതിഹാസ് ഗ്രന്ഥ ആരുടെയായിരുന്നു? ഗാർസാൽദാസിയുടെ ഇസ്തവ ദലാ ലിറ്ററേച്ചർ ഐന്ദുവി ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നതാണ് ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ ഇതിഹാസ് ഗ്രന്ഥാണ്. ഹിന്ദി സാഹിത്യത്തിലെ ഫസ്റ്റ് ഇതിഹാസ് ഗ്രന്ഥം ഗാർസാൽദാസിയുടെയാണ്. ഇനി ഹിന്ദി ഭാഷയിൽ എഴുതിയ ഫസ്റ്റ് ഇതിഹാസ് ഗ്രന്ഥം ആരുടെയാണ്? शिवसिन्ह सेंगरന്റെ शिवसिन्ह सरोज ആണ്. ओके, आचार्य भरत के रससूत्र के व्याख्याता शंकु के सिद्धांत का नाम. ശ്രീ ശങ്കുകിന്റെ സിദ്ധാന്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഭോഗവാദ, അഭിവ്യക്തിവാദ, ആരോപവാദ, അനുമതിവാദ. ഏതായിരിക്കും ശ്രീ ശങ്കുകിന്റെ സിദ്ധാന്തം വരുന്നത്? അനുമതിവാദാണ്. അനുമതിവാദാണ് ശ്രീ ശങ്കുകിന്റെ. ദെൻ അഭിവ്യക്തിവാദം ആരുടെയാണ്? അഭിനവ് ഗുപ്തന്റെയാണ് അഭിവ്യക്തിവാദം. അതങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പാടില്ലേ? അഭിനവ് ഗുപ്തും അഭിവ്യക്തിവാദം രണ്ടിൽ അഭി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. ദെൻ അടുത്തത് ആരോപവാദ. ആരോപവാദ ഭട്ടലോലഡിന്റെയാണ്. ഉത്പത്തി അല്ലെങ്കിൽ ഉത്പത്തിവാദം എന്നും മറ്റൊരു പേര് ആരോപവാദിനുണ്ട്. ആരോപവാദ, ഉത്പത്തിവാദ അല്ലെങ്കിൽ ആരോപവാദ, അത് ആരുടെയാണ്? ഭട്ടലോലഡിന്റെയാണ്. ദെൻ ഭോഗവാദം എന്ന് പറയുന്നത് ഭട്ടനായകിന്റെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. निम्नलिखित में से कौन सी पुस्तक I.A. റിച്ചർഡ്സ് द्वारा लिखित नहीं है? റിച്ചർഡ്സിന്റെ പുസ്തകം അല്ലാത്തത് താഴെ കാണുന്നവയിൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. പ്രിൻസിപ്പൽസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, നോട്ട്സ്, ട്വൈസ് ദ ഡെഫിനിഷൻ ഓഫ് കൾച്ചർ, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ഇതിൽ ഏതാണ് റിച്ചർഡ്സിന്റെ പുസ്തകം അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. ആൻസർ ഏതാണ്? നോട്ട്സ്, ട്വൈസ് ദ ഡെഫിനിഷൻ ഓഫ് കൾച്ചർ എന്ന് പറയുന്നതാണ് റിച്ചർഡ്സിന്റെ പുസ്തകം അല്ലാത്തത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസവും പ്രാക്ടിക്കൽ ക്രിറ്റിസിസവും രണ്ടും റിച്ചർഡ്സിന്റെ രചനകളാണ്. രാംചരിത് മാനസ് മെം കിത്തനെ കാണ്ഡ് ഹെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രാംചരിത് മാനസിനെ കുറിച്ച് ചോദിക്കാറുള്ളത് ടോട്ടൽ എത്ര കാണ്ഡ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് കാണ്ഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അന്തിം കാണ്ഡ് കൊൻസാഹ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര കാണ്ഡാണ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. 2, 4, 7, 9. എത്രയാണ്? 7 ആണ് അല്ലെ. ഓപ്ഷൻസ് നോക്കുക. 7 കാണ്ഡ് ഹെ ഏതൊക്കെയാണ്? ബാലകാണ്ഡ്, അയോധ്യാകാണ്ഡ്, അരണ്യകാണ്ഡ്, കിഷ്കിന്ധാകാണ്ഡ്, സുന്ദർകാണ്ഡ്, ലങ്കാകാണ്ഡ്, ഉത്തർകാണ്ഡ്. അപ്പോ രാംചരിത് മാനസിലെ അന്തിം കാണ്ഡ് കോൺസാ ഹെ? അത് ഉത്തർകാണ്ഡാണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിശ്വ കെ അധികാംശ ഭാഷയും കിസസെ സംബന്ധിത് ഹെ? ലോകത്തിലെ കൂടുതൽ ഭാഷകളും ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പരിവാറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. സുഡാനി പരിവാർ, ഭാരോപ്പിയ പരിവാർ, കാക്കേഷി പരിവാർ, ദെൻ ചീനി പരിവാർ. ഏതായിരിക്കും ആൻസർ വരാ? ഭാരോപ്പിയ പരിവാർ. ഭാരോപ്പിയ പരിവാറിലെ ആണ് ലോകത്തിലെ അധികാംശ ഭാഷകളും ഭാരോപ്പിയ പരിവാറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് JLT ഹിന്ദിക്ക് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ JLT ഹിന്ദിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും എല്ലാവർക്കും പഠിക്കാൻ പാകത്തിനാണ് ഓൺലൈനായിട്ട് നമ്മൾ ഈ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസ്, PDF നോട്ട്സ്, ഡെയിലി വർക്ക്ഔട്ട്, അതുപോലെ മോഡൽ എക്സാംസ് ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നോട്ട്സ് ആണ്, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് അല്ലെ. നിങ്ങളുടെ സമയം ഫ്രീ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് കാണാവുന്നതാണ്. അതുപോലെ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ആണ്. അതും നിങ്ങൾക്ക് എങ്ങാനും കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് കണ്ടു തീർക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മറക്കണ്ട, JLT ഹിന്ദിയുടെ കോഴ്സ് CCയിലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. താങ്ക്